നമ്മളോട് പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അവര് പല ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. വീട്ടില് വൈഫും ഹസ്ബൻഡും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അവർക്കൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രയാസമുള്ള രീതിയിലാണ് അവർ ചോദിക്കുക. അപ്പൊ ശരിക്കും അത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അങ്ങനത്തെ പ്ലാന്റ്സ് ചൂസ് ചെയ്യണമെങ്കിൽ ലൈക്ക് കാക്ടസ്, അതുപോലെ ബോഗൻവില്ല, അതുപോലെ പാം വെറൈറ്റീസിൽ കുറെ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അധികം വെള്ളമൊന്നും ആവശ്യമില്ല, പിന്നെ കൂടുതൽ സൺലൈറ്റ് ആവശ്യമില്ല. അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടൈമർ സെറ്റ് ചെയ്യാം ഡ്രിപ്പ് ഇറിഗേഷനിൽ. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ ഒരു ഭാരമായിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ പല സിസ്റ്റംസും അവൈലബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ ലോണിന്റെ കേസ് ആണെങ്കിൽ ആദ്യമൊക്കെ ബഫലോ ഗ്രാസ്, പിന്നെ മെക്സിക്കൻ ഗ്രാസ്, ഇതൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ചെയ്തിരുന്നത്. പിന്നെ ഇത് കുറച്ച് മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതിന് വേറെ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാസ് അവൈലബിൾ ആണ്. കാരണം ഇത് ലോ മെയിൻ്റെനൻസ് ആണ്. നമുക്കൊരു 2 months 3 months കൂടുമ്പോൾ അതൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് ചെയ്യാവുന്ന പല സംഗതികളും ലാൻഡ്സ്കേപ്പിംഗിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കറക്റ്റ് അറിവുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും.